കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഈ ഇടതുമുന്നണിക്ക് സംഘടനാ സംവിധാനം ഉണ്ടാവും തെരഞ്ഞെടുപ്പ് രംഗത്ത്, എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രകടമാണ്. CPI ആണ്, CPI സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. CPM എന്നൊരു പ്രബല കക്ഷിക്ക് കീഴിൽ നിന്നുകൊണ്ട് ഈ ലോക്സഭയിലേക്ക് ആ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സംഘടനാ സംവിധാനം എത്ര കണ്ട് ഭംഗിയായി ഇടതുമുന്നണിക്ക് അവിടെ വിനിയോഗിക്കാൻ കഴിയുന്നുണ്ട്? CPM-ഉം CPM തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരിടം കൂടിയാണല്ലോ ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം, അല്ലേ? സജിത്തെ, അതുതന്നെയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച്. നേരത്തെ തന്നെ അങ്ങനെ ഏതെങ്കിലും CPM CPI തർക്കം നിലനിൽക്കുന്ന ഒരു സ്ഥലമല്ല. പ്രത്യേകിച്ച് അവിടെ യോജിച്ച വർക്കുകളൊക്കെ നേരത്തെയും ഒക്കെ നടക്കുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ അടുത്ത പരാജയത്തിനോ വിജയത്തിനോ ഒന്നും അങ്ങനെ പാർട്ടികൾ തമ്മിലുള്ള തർക്കമൊന്നും അങ്ങനെ കാര്യമായ കാരണം ആയിട്ടില്ല. നേരത്തെ ചെങ്ങറ സുരേന്ദ്രനൊക്കെ പരാജയപ്പെടുന്ന സമയത്ത് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ചെങ്ങറ സുരേന്ദ്രൻ ഒരു LMP ആയിരുന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ ചില വീഴ്ചകളുമൊക്കെ ചർച്ചയായതിനപ്പുറത്തേക്ക് പാർട്ടി സംവിധാനത്തിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തവണയും വളരെ ആവേശപൂർവ്വം തന്നെയാണ് പാർട്ടി സംവിധാനം CPM-ൻ്റെതായാലും CPI-യുടേതായാലും മറ്റ് പാർട്ടികളുടേതൊക്കെ ആയാലും. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് നിന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ്റെ കൂടി കോവൂർ നമ്മൾ കണ്ട ആ ഒരു ഡാൻസ് എന്ന് പറയുന്നത് കോവൂരിൽ തന്നെ ഉള്ളതാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയാണ്. അവിടെയൊക്കെ ചെല്ലുന്ന RSP, കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടി ആയാലും ലെനിസ്റ്റ് പാർട്ടി ആയാലും അങ്ങനെ ചെറുകിട പാർട്ടികളടക്കം നമ്മൾ RJD-യുടെ അടക്കമുള്ള പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പാർട്ടികളുടെയും യോജിച്ചൊരു, പ്രത്യേകിച്ച് CPM-ൻ്റെയും CPI-ക്ക് രണ്ട് പാർട്ടികളും ശക്തമായ സംഘടനാ സംവിധാനം ഉള്ള സ്ഥലം തന്നെയാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ രണ്ടിടത്തേക്കും ഒരു ചെറുപ്പക്കാരനായ ഒരാൾ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സാധാരണഗതിയിൽ മുതിർന്ന ഏതെങ്കിലുമൊക്കെ നേതാക്കൾ വരുമ്പോഴാണ് ഇവരുടെ മുൻകാല ഏതെങ്കിലുമൊക്കെ ഈ പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിൻ്റെയൊക്കെ ഫലമായി ചിലപ്പോൾ ഒരു വിഭാഗം CPI-ക്കാർക്കോ അല്ലെങ്കിൽ CPM-കാർക്കോ ഇവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാവുക. ചെറുപ്പക്കാർ അങ്ങനെ സ്ഥാനാർത്ഥികളെ വരുമ്പോൾ അത്തരം തർക്കങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ചെറുപ്പക്കാർക്ക് വേണ്ടി അണിനിരക്കാൻ വലിയൊരു വിഭാഗം പാർട്ടി സംവിധാനം തയ്യാറാവും. എവിടെ നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും അത്തരം സ്ഥാനാർത്ഥികളാണ് വരുന്നതെങ്കിൽ, ചെറുപ്പക്കാരാണ് സ്ഥാനാർത്ഥികളായി വരുന്നതെങ്കിൽ ആകെ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ അത്തരം ഒരു ഓളം സ്വാഭാവികമായി ഉണ്ടാവും. പ്രത്യേകിച്ച് അതിന് കാരണം ഈ മുതിർന്ന നേതാക്കൾ പലപ്പോഴും പല ഘട്ടത്തിൽ പല നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ പലപ്പോഴും പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ ചിലപ്പോൾ ശത്രുക്കളെയോ അല്ലെങ്കിൽ വിരോധമുള്ളവരോ ഒക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ചെറുപ്പക്കാർക്ക് അങ്ങനെ വരുന്നില്ല എന്നുള്ളൊരു വലിയ പോസിറ്റീവ് പോയിന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് സന്ദർശിച്ച പല സ്ഥലങ്ങളിലും അടക്കം കാണുന്നത്, നേരത്തെയും അങ്ങനെ കാണുന്നുണ്ട്, ഈ ആളുകളുടെ പ്രവർത്തനത്തെ സാധാരണഗതിയിൽ സ്വീകരണത്തിന് മറ്റു പല മണ്ഡലങ്ങളിലും പോകുമ്പോൾ സ്വീകരണ വേദികളിൽ ഇത്രത്തോളം ആളുകളില്ല. അതിവിടെ കോൺഗ്രസിൻ്റെതായാലും CPM LDF-ൻ്റെതായാലും സ്വീകരണ വേദികളിൽ നിറയെ ആളുകളാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ടും ഈ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ആളുകളുടെ കൂടി ആവേശം അത് ഏറ്റുവാങ്ങുന്നു എന്നുകൂടി വേണം കണക്കാക്കാൻ. എന്തായാലും വളരെ നേരത്തെ തന്നെ ആളുകൾ സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരുന്നു. അവിടെ തിരുവാതിരയും മറ്റ് നാടൻ പാട്ടും അല്ലെങ്കിൽ മറ്റ് ചെണ്ടമേളവും ഒക്കെ ഒരുങ്ങി ആളുകൾ നിൽക്കുകയാണ്. താലപ്പൊലി ഏന്തി നിൽക്കുന്നവർ, അങ്ങനെ സ്ത്രീകളടക്കമുള്ളവർ നിരവധി പേരുണ്ട്. എന്തായാലും അങ്ങനെ സംഘടനാ സംവിധാനം അതിൻ്റെ ഏറ്റവും ഉണർന്നു പ്രവർത്തിക്കുന്നത്. ഇനി അവസാനം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, ഏറ്റവും അവസാനത്തെ അവധി ദിവസം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം സജീവമായി, എല്ലാ പാർട്ടിയുടെയും ആളുകൾ ഏറ്റവും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഘടനാ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണം സ്വാഭാവികമായും LDF-ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം വോട്ട് ചെയ്യാതെ വീട്ടിൽ ഇന്നിപ്പോൾ അടക്കം പാർട്ടി സ്ഥാനാർത്ഥി അടക്കം ആവശ്യപ്പെടുന്നത് ഉച്ചയ്ക്ക് മുമ്പ് പോയി നിങ്ങൾ വോട്ട് ചെയ്യണം, ഒന്നാമത്തെ പേരാണ് എൻ്റേത്, ഉച്ചയ്ക്ക് മുമ്പ് പോയി നമ്മൾ വോട്ട് ചെയ്യണം, ഉച്ച കഴിയാൻ കാത്തു നിൽക്കരുത്. അങ്ങനെ പരമാവധി നേരത്തെ ലഭിക്കേണ്ട പരമാവധി വോട്ടുകൾ ശേഖരിക്കുക, അത്തരമൊരു സംഘടനാ വർക്കിലേക്ക് തന്നെ എല്ലാ മുന്നണികളും കടന്നു എന്ന് വേണം കരുതാൻ. റൈറ്റ്. എന്തായാലും കിരൺ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, സജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് മാസത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ടെലിവിഷൻ ചാനലുകളിൽ ഏറ്റവും ആദ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ടെലിവിഷൻ ഷോ ആരംഭിച്ചത് നമ്മളാണ്, ദ ഇലക്ഷൻ ചാനൽ എന്നത്. 6 മാസം മുമ്പ് തന്നെ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി, കേരളത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി. അതിൽ രാഷ്ട്രീയ വിശകലനം, അവലോകനം നടത്തുന്ന ആളാണ് കിരൺ ബാബു. അതുകൊണ്ട് മാവേലിക്കരയിൽ ആര് ജയിക്കും എന്ന് കിരൺ ബാബുവിന് ഒരു വിലയിരുത്തൽ ഉണ്ടാകും എന്നാണ് എനിക്ക്